അമ്മേ 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 എന്നാടാ എന്തേ അമ്മ ചോറാ ചോറ് സമയമില്ല ചോറ് നമുക്ക് വിശക്കുന്നേ എപ്പോൾ ചോറ് ചോറിൻ്റെ വിചാരമില്ലൂ ഞാൻ ചോറ് ചെയ്യാനായ സമയം ഇന്ന് സമയം ആയോന്നാ 1:30 കഴിയാനായി സമയം ഏകദേശം ഇപ്പോൾ 2 മണിയാവാനേ ഞാൻ ചോറ് കഴിക്കേണ്ട സമയമാണ് ഇത്രക്കുള്ള സമയമായാ കുറച്ചേക്ക് തരാം ചോറ് 1:30 ആയിട്ടോ ഒരു 1:35 ആവട്ടെ തരാം. അതിന് നമുക്ക് ഇത്ര ടെൻഷൻ നേരത്തെ ഉണ്ടല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നേരത്തെ ഉണ്ട് നമ്മൾ ഇങ്ങനെ ടെൻഷൻ എടുത്തിരിക്കുന്നത് ഇനിയാടെ സമയം കൊണ്ട് ഇപ്പം തന്നെ കുറേ സമയമായി എനിക്ക് വിശക്കുമ്പോഴും മനുഷ്യൻ ചോറ് കഴിക്കാനാവൂ അതല്ല അമ്മ കുറേ സമയം ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലെ അമ്മ പറ അമ്മയുടെ ടെൻഷൻ എന്നാ ഞാൻ കേൾക്കട്ടെ. ടെൻഷൻ ഉണ്ട്, ഭയങ്കര ടെൻഷൻ ഉണ്ട് മോനെ. നമ്മളെ മഹാനടൻ ശ്രീനിവാസൻ മരിച്ചില്ലേ, എത്ര നല്ല നടനായിരുന്നു. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത്ര ടെൻഷൻ എനിക്ക്, എന്തോ ഒരു വിഷമം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു പോയ പോലെ, നമ്മളെ വിട്ട് പോയ പോലത്തെ ഒരു വിഷമം തോന്നുന്നു. അതാണ്. അതിനൊന്നും ഇപ്പോൾ ഇത്ര വിഷമിക്കില്ലേ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം വെച്ചാൽ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നടനുണ്ടല്ലോ, അമ്മാതിരി നടനാ വെച്ചാൽ എത്രത്തോളം മനസ്സിന് സന്തോഷം തരാൻ പറ്റുന്ന കാര്യങ്ങളും അതുപോലെ നമുക്ക് എത്രത്തോളം ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളും എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് കഴിയിക്കാൻ പറ്റും, ആ രീതിയിലല്ല എത്രത്തോളം മനുഷ്യൻ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ മഹാനടൻ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു നടൻ മരിച്ചു എന്നെല്ലാം കേൾക്കുമ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും. അപ്പോൾ അവർ വീട്ടിലെ ഒരു അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയുള്ളൊരു നടനെ നമുക്ക് ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വേണമായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും നമ്മളെ വിട്ട് പോയി. നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമ്മളെ വിട്ട് പോവുകയായിരുന്നു. അതിൽ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിലുള്ള നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെപ്പോലെ നമുക്ക് തോന്നും. അത്ര സങ്കടം തോന്നും. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല. നല്ലൊരു മഹാനടനാണ്, എത്ര പറഞ്ഞാലും മതിയാവില്ല അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ്. അതാണ് എനിക്കിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്കറിയാമേ, ഞാൻ കുറേ പത്രത്തിലും ന്യൂസിലും ടി വിയിലെല്ലാം ഞാൻ കുറേ കണ്ടിനി. ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അയാൾക്കൊരു മരണം ഉണ്ടാവും. ശരി തന്നെയാണ് മോൻ പറഞ്ഞത്, ശരി തന്നെ. പക്ഷെ എന്നിരുന്നാലും നമുക്കതൊന്നും എന്താ പറയേണ്ടത്, നമുക്ക് വിശ്വസിക്കാനും അത് നമുക്കതൊന്നും അങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അത്രത്തോളം സങ്കടമുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്കൊന്നും അറിയില്ല. കാരണം നിങ്ങളെല്ലാം ചെറിയ കുട്ടികൾ, ഇപ്പം ജനിച്ചവർ, അന്ന് നമ്മളെല്ലാം തന്നെ ആ സമയത്ത് നമ്മളിൽ ഏറ്റവും അന്നായാലും ഇന്നായാലും ഏത് തലമുറയിൽപ്പെട്ടവർക്കായാലും ഒരു സന്തോഷം തരുന്നതും ചിന്തിപ്പിക്കാനുള്ള കഴിവും സ്വന്തമായി സിനിമ സംവിധാനം ചെയ്തും എത്രത്തോളം മനുഷ്യനെ സന്തോഷത്തിലാക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇനിയുള്ള നമ്മളെ മഹാനടന്മാരൊക്കെ 100 വർഷം ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. നമുക്ക് ഇത്രയും നല്ല അതിലെ പ്രതിഭകൾ ഒരിക്കലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ വിഷമിക്കണ്ട, അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പം നമ്മുടെ ശ്രീനിവാസൻ്റെ സിനിമകളെല്ലാം കണ്ട് ഇരിക്കാം, വേറെ വഴിയില്ല. ഇനിയില്ല ഇതുപോലെ നല്ല നല്ല പേരുകേട്ട നടന്മാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം 100 വർഷം ആയുസ് ഉണ്ടാവട്ടെ, ദൈവം നല്ല ആരോഗ്യം, ആയുരാരോഗ്യം കൊടുക്കട്ടെ ഒക്കെ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അത് ചോറിയേക്കാം. ഇനിയിപ്പോൾ അത് വിചാരിച്ചിട്ട് കാര്യമില്ല.